ഞാൻ ഈ വിഷയത്തിൽ നമ്മളിപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന സംസാരിക്കാൻ ചർച്ച ചെയ്യാൻ പോകുന്ന ഫാസിസ്റ്റ് കാലത്തെ അംബേദ്കർ ചിന്ത, ആ വിഷയത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് മാത്രം ചില കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നത് മാത്രമാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രബുദ്ധമായ തികച്ചും അംബേദ്കർ ഇസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ, ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വളരെ അവഗാഹമുള്ള ആളുകളാണ് ക്ഷണിക്കപ്പെട്ട് ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ചരിത്രപരമായ അതിൻ്റെ വിശദാംശങ്ങളിലേക്കോ പ്രത്യയശാസ്ത്രപരമായ അതിൻ്റെ ഗഹനതയിലേക്കൊന്നും പോകേണ്ടെന്ന ആവശ്യം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് പ്രസക്തമായ കാര്യം, പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള, ചിന്തിക്കാൻ വേണ്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഒരു വിഷയം എന്ന് പറയുന്നത്, ആനുകാലികമായി നമ്മൾ ഇന്ത്യ എന്നുള്ള രാഷ്ട്രം അനുഭവിക്കുന്ന ഏറ്റവും ഗുരുതരമായ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് അംബേദ്കറുടെ സിദ്ധാന്തം അല്ലെങ്കിൽ ചിന്തകൾ, അതല്ലെങ്കിൽ പ്രത്യയശാസ്ത്രം പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ആലോചനയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഞാനതിൻ്റെ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ആ വിഷയം ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യയിൽ പൊതുവേദിയിൽ അത്രമേൽ ശക്തമായി, അത്രമേൽ ഗാഢതയിൽ ചർച്ച ചെയ്യപ്പെടാത്തൊരു വിഷയമാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ചരിത്രത്തിൽ മുങ്ങിമരിക്കുന്നതിന് പകരം, ഓർമ്മകളിൽ മുങ്ങിമരിക്കുന്നതിന് പകരം നാം ചരിത്രത്തിൽ നിന്നും നമുക്ക് മുന്നോട്ട് കുതിക്കേണ്ട ഊർജത്തെ സ്വീകരിക്കേണ്ടത് വിധം എങ്ങനെയെന്ന് ആലോചിക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അംബേദ്കർ നമ്മുടെ കാലത്ത് നമ്മുടെ പ്രതിസന്ധിയെ തരണം ചെയ്തു പോകുന്നതിന് ഏതുവിധമാണ് തൻ്റെ പ്രത്യയശാസ്ത്രത്തെ ഉപയോഗിച്ചത്, അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ആ പ്രത്യയശാസ്ത്രം ഇപ്പോൾ എങ്ങനെ പ്രവർത്തിപ്പിക്കണം, അല്ലെങ്കിൽ ആ പ്രത്യയശാസ്ത്രത്തിനകത്ത് നമുക്ക് അതിജീവിക്കാനുള്ള ഘടകങ്ങൾ എന്തൊക്കെ എന്നുള്ള അന്വേഷണം നാം നടത്തേണ്ടതും ഉണ്ട്. തികച്ചും വ്യക്തമായിട്ട് പറയാൻ കഴിയാവുന്ന ഒരു കാര്യം, നമ്മുടെ ചരിത്രത്തിൻ്റെ ആദ്യഘട്ടത്തിൽ, ഇന്ത്യ ചരിത്രത്തിൻ്റെ, സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ദേശീയ പ്രസ്ഥാനമുണ്ടാവുകയും ആ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയും 1919 ശേഷം ഗാന്ധി ആ ദേശീയ പ്രസ്ഥാനം ഏറ്റെടുക്കുന്നതും സ്വരാജ് എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർന്നു വരുന്നതും ആ മുദ്രാവാക്യം സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നെടുക്കുന്നതിന് നമ്മളെ പ്രാപ്തമാക്കുകയും അനേകം കൈവഴികളിലൂടെ നൂറ്റാണ്ടുകളായി നടന്ന സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏകോപനം ദേശീയ പ്രസ്ഥാനം എന്ന രൂപത്തിൽ വളർച്ച പ്രാപിക്കുകയും അത് ഒരു വളരെ കൃത്യമായ ഒരിടത്തിൽ വന്നു ചെയ്യുകയും ബ്രിട്ടീഷുകാർ തങ്ങളുടെ അധികാരം കൈയൊഴിഞ്ഞ് ഇന്ത്യക്കാർക്ക് രാജ്യം കൊടുത്തുകൊണ്ട് പോകാം എന്ന നില വരികയും ചെയ്ത ആ ചരിത്രഘട്ടം, അവിടെ നിന്ന് തുടങ്ങാം. അതാണ് നമ്മുടെ ചരിത്രഘട്ടം എന്ന് പറയുന്നത്. അതുവരെ നമ്മൾ സമരം ചെയ്യുകയായിരുന്നു. നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ചുള്ള, രാഷ്ട്രഘടനയെക്കുറിച്ചുള്ള, രാഷ്ട്രം എങ്ങനെ വേണം, കൈവരുന്ന ഈ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള രാഷ്ട്രത്തെക്കുറിച്ചുള്ള സങ്കല്പം എന്താണ്, എങ്ങനെയുള്ള രാജ്യമായിരിക്കണം നമുക്ക് സങ്കല്പിക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ 3-4 തരത്തിലുള്ള സങ്കല്പനങ്ങൾ നമ്മുടെ വരുംകാല രാജ്യത്തെക്കുറിച്ച് സ്വാതന്ത്ര്യ അനന്തര ഘട്ടത്തിലും സ്വാതന്ത്ര്യ പൂർവ്വഘട്ടത്തിലും ആലോചിച്ചവരുണ്ട്. അതിലൊന്ന് ഗാന്ധിയാണ്. ഗാന്ധി ആലോചിച്ചത്, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയെ ഒരു ട്രസ്റ്റിഷിപ്പിന് കീഴിൽ പൗരത്വത്തിന്, ഇരട്ട പൗരത്വത്തോടുകൂടി എല്ലാവർക്കും ഒരേവിധം അധികാരവും അവകാശവും അനുവദിക്കത്തക്ക രീതിയിലുള്ള ഒരു ഘടനയിലല്ലാതെ ആധുനികമായ ഒരു ചാതുർവർണ്ണ്യ വ്യവസ്ഥയ്ക്കകത്ത്, അതല്ലെങ്കിൽ ജാതി വ്യവസ്ഥയുടെ പൂർവ്വരൂപത്തെ പുതിയ രൂപത്തിൽ ഉൽപ്പാദിപ്പിച്ച് പുതിയ വ്യാഖ്യാനങ്ങൾ കൊടുത്തുകൊണ്ട് രാമരാജ്യം എന്നുള്ള സങ്കല്പനത്തിന്റെ കീഴിൽ ഒരു രാഷ്ട്രത്തെ നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു ഗാന്ധിയുടെ സങ്കല്പം. ആ സങ്കല്പത്തിന് അനുസൃതമായിട്ടൊരു രാജ്യം ആദ്യഘട്ടത്തിൽ തന്നെ നാം മാതൃക കൈക്കൊള്ളുകയും ആ നിലയിലൊരു നിർമ്മാണം രാജ്യത്തെ നടക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ സംഘപരിവാറിന് ഇത്രമേൽ ബുദ്ധിമുട്ടേണ്ടി വരില്ലായിരുന്നു. രണ്ടാമത് വന്നിട്ടുള്ളത് നെഹ്റുവിയൻ സങ്കല്പമാണ്. ആ സങ്കല്പം
രാജ്യത്ത് മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ലോകമെങ്ങും ദേശരാഷ്ട്രങ്ങൾ തങ്ങളുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ 1919 ശേഷം സോവിയറ്റ് യൂണിയനിൽ സമത്വസുന്ദരമായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണമുണ്ടാകുകയും സമത്വത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഉയർന്നു വരികയും ചെയ്തു ലോകത്ത്. ഇതെല്ലാം സ്വാധീനിക്കപ്പെട്ട നിലയിൽ ആയിരുന്നു നെഹ്റുവിന്റെ രാഷ്ട്രത്തെക്കുറിച്ചുള്ള സങ്കല്പം. അദ്ദേഹത്തിന് അതിനെ മിക്സഡ് എക്കോണമി അഥവാ മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുസരണമായിട്ടുള്ള ഒരു രാജ്യത്തെ സങ്കല്പിച്ചെടുക്കുകയും അത്തരം രാജ്യത്തെക്കുറിച്ചുള്ള ആലോചന നടക്കുകയും ചെയ്തു. മൂന്നാമതായിട്ട് ഉള്ള സങ്കല്പനം മറ്റൊന്നുമല്ല, വളരെ സത്യസന്ധമായി സംഘപരിവാരത്തിന്റെ ആദിരൂപമായിട്ടുള്ള RSS പ്രഖ്യാപിച്ച രാഷ്ട്രമാണ്. ആ രാഷ്ട്രസങ്കല്പം നമുക്കറിയാവുന്ന, ഇന്ന് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന പോലെ മനുസ്മൃതിക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ആധുനിക ജീവിതത്തെ ക്രമത്തിന് അനുസരണമായി മനുസ്മൃതിയെ എങ്ങനെ പരുവപ്പെടുത്താം എന്നുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് സവർക്കർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഹിന്ദുത്വ ആശയത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് ഒരു രാഷ്ട്രത്തെ സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രത്തിന്റെ മാതൃകയെ നമുക്ക് മുന്നിൽ വെക്കുകയും ചെയ്തു, ഇന്ത്യക്ക് മുന്നിൽ വെക്കുകയും ചെയ്തു. ഈ സങ്കല്പനങ്ങൾക്കും ഈ മാതൃകകൾക്കെല്ലാം തന്നെ വളരെ കൃത്യമായ ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ദൗർബല്യം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ എന്നുള്ള സാമൂഹ്യ വ്യവസ്ഥയ്ക്കകത്ത് ഉള്ളടങ്ങിയിരിക്കുന്ന ഇതര സംസ്കാരത്തിൽ നിന്നും ഇതര രാഷ്ട്ര വ്യവസ്ഥയിൽ നിന്നും വ്യതിരിക്തമായിരിക്കുന്ന സാമൂഹിക ചരിത്ര വ്യവസ്ഥ നിലനിന്നിരുന്നു എന്നുള്ളത് തന്നെയാണ്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ജാതി വ്യവസ്ഥയുടേതാണ്. അതിന്റെ സ്വാധീനം രാജ്യത്തിന് ഉടനീളം സാംസ്കാരിക, സാമ്പത്തിക, സാമൂഹിക, ചരിത്ര, അങ്ങനെ ഏതെല്ലാം മേഖലകൾ ഉണ്ടോ ആ മേഖലകളെല്ലാം സ്വാധീനിച്ചു നിന്ന ഒരു ഘടകമായിരുന്നു ജാതി എന്നുള്ളത്. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കേണ്ടതില്ല, അത് വ്യക്തമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. മാത്രമല്ല, ജാതിക്കപ്പുറത്ത് നമ്മുടെ രാജ്യത്ത് അനേകം വിധം ജാതികൾ നിൽക്കുകയും ആ ജാതികൾക്കൊപ്പം തന്നെ അനേക തരത്തിലുള്ള മതങ്ങൾ, ലോകത്ത് ഏതെല്ലാം മതമുണ്ടോ ആ മതങ്ങളുടെ എല്ലാം സ്വാധീനം നമ്മുടെ രാജ്യത്തുണ്ട്. അതേപോലെ തന്നെ വർഗങ്ങളുണ്ട്, ലിംഗപരമായിരിക്കുന്ന വൈരുദ്ധ്യങ്ങളുണ്ട്. ആരും അറിയാതെ മുഖ്യധാരയിൽ നിന്നും വേറിട്ടുകൊണ്ട് മലനിരകളിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ട് ഇന്ത്യയിൽ. ഗിരിവർഗക്കാർ, ഇന്ന് പട്ടികവർഗക്കാരെന്ന് പറയുന്നവർ. ഇങ്ങനെ വളരെ വ്യതിരിക്തമായ വ്യത്യസ്തമായ ജനവിഭാഗങ്ങൾ വ്യത്യസ്ത താല്പര്യങ്ങളോടെ, വ്യത്യസ്ത ആഗ്രഹങ്ങളോടെ, വ്യത്യസ്ത നിലയിൽ, വ്യത്യസ്ത സാമൂഹിക നിലവാരത്തിൽ ജീവിക്കുന്ന ഇന്ത്യയിൽ ഇവരുടെ എല്ലാം താല്പര്യത്തെ, അഭിലാഷങ്ങളെ, അവരുടെ അവകാശങ്ങളെ അനുവദിച്ചു കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു രാഷ്ട്രം എങ്ങനെ നിർമ്മിക്കാം, അത്തരമൊരു രാഷ്ട്രം എങ്ങനെ നിർമ്മിക്കാം എന്നുള്ള അതിന്റെ സമസ്യയെ പൂരിപ്പിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ സംഗതിയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചിട്ടുള്ള ഗാന്ധിക്കോ, ഞാൻ ആദ്യം സൂചിപ്പിച്ചിട്ടുള്ള നെഹ്റുവിനോ, സൂചിപ്പിച്ചിട്ടുള്ള സവർക്കർക്കോ, അതല്ലെങ്കിൽ RSSനോ മറ്റേതെങ്കിലും ആളുകൾക്കോ പ്രത്യയശാസ്ത്രകാരന്മാർക്കോ സാധ്യമല്ലാത്ത വിധം ഇന്ത്യയിലെ ഈ വൈവിധ്യത്തെ ഏകോപിപ്പിക്കുകയും ഈ വൈവിധ്യത്തിൽ അടങ്ങിയിരിക്കുന്ന നിരാശങ്ങളെ അതാണ് ആ നിരാശങ്ങളെ മുഴുവനും മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് അവകാശം അനുവദിച്ചു കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു രാഷ്ട്രത്തിന്റെ മാതൃകയെ എങ്ങനെ സങ്കല്പിച്ചെടുക്കാം, എങ്ങനെ നിർമ്മിച്ചെടുക്കാം, എങ്ങനെ സാക്ഷാത്കരിക്കാം എന്നുള്ള ആലോചന ഇന്ത്യയിൽ നടത്തിയ ഏക മഹാൻ അത് ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു എന്നുള്ളത്, അംബേദ്കറുടെ പ്രസക്തി നേരത്തെ സൂചിപ്പിച്ചതിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നു. അംബേദ്കറുടെ പ്രസക്തി കാലികമായ പ്രസക്തിയല്ല, ഇന്നത്തെ പ്രസക്തിയല്ല. അംബേദ്കറിന്റെ പ്രസക്തി സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിലും സ്വാതന്ത്ര്യ അനന്തര ഇന്ത്യയിലും ഭാവി ഇന്ത്യയിലും നിറഞ്ഞു നിൽക്കുന്ന, ആകമാനം നിറഞ്ഞു നിൽക്കുന്നതാണ് അംബേദ്കറുടെ പ്രസക്തി എന്ന് പറയുന്നത്. അത് വെറുതെ ഒരു വാചോടോപം എന്ന നിലക്ക് പറയുകയല്ല. ഈ രാജ്യത്തിന്റെ ആത്മാവിനെ, സാമൂഹിക ആത്മാവിനെ തിരിച്ചറിഞ്ഞ, ചരിത്രത്തിലൂടെ ഗവേഷണം നടത്തുകയും പ്രത്യയശാസ്ത്രപരമായ അതിനെ വ്യാഖ്യാനിക്കുകയും ആ വ്യാഖ്യാനങ്ങൾക്കനുസൃതമായി ഒരു പ്രവർത്തന പദ്ധതിയെ നിർമ്മിച്ചെടുക്കുകയും ചെയ്യാനുള്ള പ്രാപ്തി
ഉള്ള മഹാൻ എന്നുള്ള നിലക്കാണ് നാം അതിനെ ആ നിലയിൽ പ്രസ്താവിക്കുന്നത്. അദ്ദേഹത്തിന്റെ മറ്റ് സംഭാവനയെ കുറിച്ചൊന്നും പറയേണ്ടതില്ല. ഇനി രണ്ടാമതായിട്ട് പറയാനുള്ളത്, വിശദമായി ശബ്ദങ്ങൾ പോകാതെ തന്നെ, അപ്പൊ നിലവിലുള്ള നമ്മുടെ പ്രതിസന്ധി എന്താണ്? ആ നിലയിൽ നോക്കുമ്പോൾ നിലവിൽ നമ്മുടെ പ്രതിസന്ധി എന്താണ്? നിലവിലെ പ്രതിസന്ധി, സംഘപരിവാരം അധികാരമേറ്റു കഴിഞ്ഞു. 2014 സംഘപരിവാരം അധികാരമേൽക്കുകയും മാത്രമല്ല, നിർലോഭമായിട്ട് അവർ ഇന്ത്യയെ തങ്ങളുടെ ഇംഗീതാനുസരണം പരുവപ്പെടുത്തുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ ഫാസിസത്തിലേക്ക് വികസിക്കുന്ന, ഫാസിസം എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഹിറ്റ്ലറിയൻ ഫാസിസം. എന്നെ സമയം ഒന്ന് നിയന്ത്രിക്കണേ, ഇവിടുത്തെ ആളുകളുണ്ട്. ഹിറ്റ്ലറിയൻ ഫാസിസം എന്ന് പറയുമ്പോൾ, ഹിറ്റ്ലറിയൻ ഫാസിസത്തിൽ ഹിറ്റ്ലറും മുസോളിനിയും അടക്കമുള്ള ആളുകൾ കടന്നു വരുന്നത് ജനാധിപത്യത്തിനെ ചൂഷണം ചെയ്തുകൊണ്ടാണ്. പാർലമെന്റേറിയൻ ജനാധിപത്യത്തെ വളരെ വിദഗ്ധമായിട്ട് അട്ടിമറിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിനകത്തൂടെ നുഴഞ്ഞു കയറിക്കൊണ്ടോ ആണ് തങ്ങളുടെ ഫാസിസത്തെ നടത്തിപ്പിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന ചരിത്രമാണ്. മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ രീതി തന്നെയാണ് സംഘപരിവാരും പിന്തുടർന്നത്. ആ നിലയിലാണ് ഇപ്പോൾ രാജ്യത്ത് ഫാസിസം വികസിച്ച് പന്തലിച്ച് നിൽക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ജനാധിപത്യത്തിലൂടെ വരികയും അവര് ശത്രുവെന്ന് കൃത്യമായിട്ടും ഉറച്ച നിലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെയാണ്. ഫാസിസം അഥവാ സംഘപരിവാർ ശത്രുസ്ഥാനത്ത് കൽപ്പിച്ചു വെക്കുകയും നശിപ്പിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെ തങ്ങളുടെ നിയമനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിൽ വ്യാപൃതരാവുകയും ചെയ്തിട്ടുള്ളത് ആർക്കെതിരെയാണ്? നിലവിൽ പ്രത്യക്ഷമായിട്ടും മുസ്ലിങ്ങൾക്കെതിരെയാണ്. അത് അടിവരയിട്ട് അവിടെ നിൽക്കട്ടെ. മുസ്ലിങ്ങൾക്കെതിരെയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ച് അങ്ങ് പോവുക. ഇന്ത്യൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർ ചെയ്തിരുന്ന വലിയൊരു ഒരു തന്ത്രമുണ്ട്. ബ്രിട്ടീഷ് ചരിത്രവും യൂറോപ്യൻ ചരിത്രവും പൗരസ്ത്യ ചരിത്രവും ഇന്ത്യയെക്കുറിച്ച് എഴുതപ്പെട്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇന്ത്യ രാജ്യത്ത് 2 മതങ്ങളേ ഉള്ളൂ. അതിൽ ഒരു മതം ഹിന്ദു മതവും മറ്റൊന്ന് മുസ്ലിം മതവുമാണ്, ഇസ്ലാം മതവുമാണ്. അപ്പൊ മുസ്ലിങ്ങളും ഹിന്ദുക്കളും മാത്രമുള്ള പ്രബലമായ ഒരു രാജ്യം എന്നുള്ള നിലയിലുള്ള വ്യാഖ്യാനമാണ് സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ കൽപ്പിച്ചുകൊണ്ട് ലോകമാകമാനം പ്രസിദ്ധം ചെയ്തത്. അപ്പോൾ ഹിന്ദുക്കൾ ആരാണ് എന്ന് ചോദിച്ചാൽ, ആ ഹിന്ദുക്കൾ എന്ന് പറയുന്നത്, ഹിന്ദുക്കൾക്കകത്ത് ഇന്ന് നമ്മൾ പറയുന്ന പിന്നോക്കക്കാരും ദളിതരും ആദിവാസികളും അടങ്ങിയ ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഹിന്ദുക്കളെന്ന് വിവക്ഷിച്ചത്. അപ്പോ ഹിന്ദുക്കൾ ഒരു ഭാഗത്ത്, മുസ്ലിങ്ങൾ മറുഭാഗത്ത്. ഈ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ആഭ്യന്തര സംഘർഷങ്ങളുടെ ചരിത്രമാണ് ഇന്ത്യ ചരിത്രം എന്നാണ് നമ്മെ പഠിപ്പിച്ചത്, ലോകത്തെ പഠിപ്പിച്ചത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ശത്രു അവിടെയും ആരാണ്? മുസ്ലിമാണ്. ആ ശത്രു മുസ്ലിമാവുകയും ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തെ അട്ടിമറിക്കാവുന്ന രീതിയിൽ ബ്രിട്ടീഷുകാരനെ അത് പ്രയോഗിക്കാനും സാധിച്ചത് ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാവുന്നതാണ്. എന്നാൽ അംബേദ്കർ അവിടെ നടത്തിയ വലിയൊരു ഇടപെടലുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഫാസിസത്തെ തകർക്കാനുള്ള അംബേദ്കറിയൻ രീതി അതായിരുന്നു. അംബേദ്കർ കൊണ്ടുവന്നത് ഈ 2 മതങ്ങൾക്കിടയിൽ അവിമുഖത്തായ ഒരു ജനതയുടെ സാന്നിധ്യമുണ്ട്. അവർ നിശബ്ദരാണ്. അവർക്ക് നാക്കില്ല, അവർക്ക് ഇടപെടാനുള്ള ത്രാണിയില്ലാത്ത ഒരു ജനം ഐത്തം കൽപ്പിച്ച് മാറ്റി നിർത്തപ്പെടുകയും മുഖ്യധാരയിൽ നിന്ന് യാതൊരു അവകാശവും ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന ബഹുഭൂരിപക്ഷമായ ഒരു ജനതയുടെ സാന്നിധ്യം, ആ സാന്നിധ്യത്തെ അംബേദ്കർ ഉയർത്തിക്കൊണ്ടുവരികയും ആ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ഈ ജനതയെ മുഖ്യസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അങ്ങനെ പ്രതിഷ്ഠിച്ചപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഹിന്ദുത്വത്തിനകത്ത് എന്ത് സംഭവിക്കുന്നു? പിളർപ്പ് സംഭവിക്കുന്നത്. അംബേദ്കറുടെ ഇടപെടൽ കൂടുതൽ ജനാധിപത്യത്തിന്റെയും കൂടുതൽ മതേതരത്വത്തിന്റെയും കൂടുതൽ പ്രമുഖമായിട്ടുള്ള പൗരത്വത്തിൻ്റെതായ സിവിലിയനായിരിക്കുന്ന ഒരു ബോധ്യത്തിലേക്ക്, പൗരസമൂഹമായിട്ട് വികസിക്കുന്നതിലേക്ക് ഒരു രാജ്യത്തെ മൊത്തം ജനതയെ നയിച്ചു അംബേദ്കർ.
ആ പൗരബോധം ആണ് എന്തിൽ ഭരണഘടനയിൽ ഉൾച്ചേർന്നിട്ടുള്ളത്. ആ ഭരണഘടന നിങ്ങൾ പരിശോധിച്ചാൽ, കൂടുതൽ പറയുന്നില്ല, ഭരണഘടന നിങ്ങൾക്ക് പരിശോധിച്ചതറിയാം, വായിച്ചവർക്കറിയാം, പഠിച്ചവർക്കറിയാം. ഈ ഭരണഘടനയ്ക്കകത്ത് പിന്നോക്കക്കാരന് ഇടമുണ്ട്, പട്ടികജാതിക്കാരന് ഇടമുണ്ട്, പട്ടികവർഗക്കാരന് ഇടമുണ്ട്, മുസ്ലിങ്ങൾക്കിടമുണ്ട്, ക്രിസ്ത്യാനികൾക്കിടമുണ്ട്, ന്യൂനപക്ഷങ്ങൾക്ക് മുഴുവൻ ഇതിനകത്തിടമുണ്ട്. പക്ഷേ ഭൂരിപക്ഷ മതത്തിന് കടന്നു കയറാനുള്ള ഒരു സ്പേസും നമ്മുടെ ഭരണഘടനയിൽ കൊടുത്തിട്ടില്ല അംബേദ്കർ. അങ്ങനെ കൊടുക്കാതിരുന്നപ്പോൾ സംഭവിച്ചത് എന്താണ്? ഫാസിസത്തിന് കടന്നു കയറുവാനുള്ള ഒരു വഴിയും ഭരണഘടനാപരമായിട്ട് അംബേദ്കർ അതിനകത്ത് നിക്ഷിപ്തമാക്കിയിരുന്നത് ഒരിക്കലും രാജ്യത്ത് ഭൂരിപക്ഷ മതത്തിന്റെ ഭരണം വരരുത് എന്നുള്ള കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. അത് അട്ടിമറിഞ്ഞത് എങ്ങനെയാന്നുള്ളതൊക്കെ പിന്നീട് നമുക്ക് ഒരു ചർച്ചയിലേക്ക് വരാം. പക്ഷെ ഭരണഘടന വളരെ കൃത്യമായും അതായിരുന്നു. ഫാസിസത്തെ തടഞ്ഞു നിർത്തുവാനുള്ള എല്ലാ തരത്തിലുള്ള ഘടകങ്ങളും ഉള്ളടങ്ങിയിരിക്കുന്ന ഈ ഭരണഘടനയെ തകർത്തത് മറ്റൊരു ചർച്ചയാക്കാം. ഇനി വീണ്ടും ഇങ്ങ് വന്നു കഴിഞ്ഞാൽ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഫാസിസം വികസിച്ചു നിൽക്കുന്നു എന്ന് പറയുന്ന കാലഘട്ടത്തിന്റെ നിലവിലുള്ള ചർച്ചയുടെ കോണെവിടെയാണ്, അല്ലെങ്കിൽ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ അതേ ചർച്ചയുടെ കോണും അതേ ചർച്ചയുടെ കേന്ദ്രവുമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. എന്താണ്? മുസ്ലിങ്ങൾ ശത്രുക്കൾ, മറ്റു വിഭാഗങ്ങളെല്ലാം അപ്രസക്തം. പിന്നോക്കക്കാരൻ അപ്രസക്തം, ദളിതൻ അപ്രസക്തം, ആദിവാസി അപ്രസക്തം. അവരെല്ലാം സംഘപരിവാരത്തിന്റെ കൂട്ടിലെ ഇരകൾ മാത്രമായിട്ട് നിലനിൽക്കുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു ശത്രു എന്ന് പറയുന്നത് ആരാണ്? ശത്രു എന്ന് പറയുമ്പോൾ എന്റെ ഒരു ശത്രുവിനെ ഞാൻ കൽപ്പിക്കുകയാണ്. എന്നെപ്പോലെ ബലമുള്ള ഒരാളെ ഞാൻ ശത്രുവായിട്ട് കരുതും. എന്നെ തകർക്കാൻ ശേഷിയുള്ള ഒരാളെ ഞാൻ ശത്രുവാക്കുകയുള്ളൂ. വളരെ അശുവായ ഒരു മനുഷ്യൻ എന്റെ ശത്രുവല്ല, അയാൾ എന്റെ ഇരയാണ്. ഹിന്ദുവിന്റെ അല്ലെങ്കിൽ ഹിന്ദുത്വത്തിന്റെ ശത്രു ശക്തനായ മുസ്ലിമാണ്. ഇരകളായിരിക്കുന്ന പിന്നോക്കക്കാരനും ഇരകളായിരിക്കുന്ന ദളിതനും ആദിവാസിയും അവന്റെ അല്ലെങ്കിൽ ഹിന്ദുത്വത്തിന്റെ ഫാസിസത്തിന്റെ കൂട്ടുകക്ഷികളായിട്ട് അവർ കരുതി വെക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഉണർന്നു വരേണ്ട ഫാസിസത്തെ തകർക്കാനുള്ള ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ഫാസിസത്തിന്റെ ഗർഭത്തിൽ തന്നെയുള്ള അതിന്റെ ശത്രുവാണ്. ആ ശത്രു അവർ കരുതി വച്ചിരിക്കുന്ന, അവർ തങ്ങളുടേതെന്ന് കരുതി അസറ്റായി വെച്ചിരിക്കുന്ന, വെക്കാമെന്ന് മോഹിക്കുന്ന ഈ ജനത്തിന്റെ ഉണരൽ, അവരുടെ കൈകോർക്കൽ ആരുമായിട്ട്? ഇതര ഫാസിസ്റ്റ് ഇരകൾക്കൊപ്പം കൈകോർക്കുമ്പോൾ മാത്രമേ ഫാസിസം എന്നുള്ളത് ഇന്ത്യയിൽ നിന്ന് മാറുകയുള്ളൂ. അപ്പോൾ ഈ ജാതിയുടേത് മാത്രമല്ല, ജാതി എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പോലെ ഒരു 4000 കൊല്ലം മുമ്പ് ചാതുർവർണ്ണ്യം എന്ന് പറയുന്ന ക്ഷത്രിയ വൈശ്യ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര പഞ്ചമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നത് പോലെ ഒരു സംഗതിയല്ല ഇപ്പോൾ ഉള്ളത്. ഇന്ത്യ ഭരിക്കുന്നത് ബ്രാഹ്മണരെക്കാൾ സാമ്പത്തിക ശക്തി വൈശ്യർക്കാർ നമുക്കെല്ലാം അറിയാം. വൈശ്യരാണ് ഇന്ത്യയെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വൈശ്യ ഭരണകൂടമാണ് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ വർണ്ണ വ്യവസ്ഥയിലും ജാതി വ്യവസ്ഥയിലും തന്നെ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാവുകയും ഒരാധുനിക സാങ്കേതിക ഒരു സൈബർ കാലഘട്ടത്തിലും ജാതി നിലനിർത്താൻ ആവശ്യമായിരിക്കുന്ന പുതിയ അതിജീവനത്തിന്റെ ഘടകങ്ങളെ ജാതി വ്യവസ്ഥ പിടിച്ചെടുക്കുന്നു. ഇത് തിരിച്ചറിയാതെ, ഇതിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ, പുതിയ കാലഘട്ടത്തിൽ ജാതിയുടെ വളർച്ചയുടെ ക്രമവും സവിശേഷതയും മനസ്സിലാക്കാതെ നമുക്ക് ഫാസിസത്തെ തകർക്കാൻ സാധ്യമല്ല. ഇതാണ് അംബേദ്കർ പറഞ്ഞു വെച്ചത്. അംബേദ്കർ ജാതി എങ്ങനെയാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഏതെല്ലാം തരത്തിലുള്ള സംഹിതകൾ കടന്നു വന്നിട്ടുണ്ടോ, മതങ്ങൾ കടന്നു വന്നിട്ടുണ്ടോ, പ്രത്യയശാസ്ത്രങ്ങൾ കടന്നു വന്നിട്ടുണ്ടോ, ആ പ്രത്യയശാസ്ത്രങ്ങളിലും മതങ്ങളെയും എല്ലാം ആ സകലം സ്വാധീനിക്കാൻ ശേഷിയുള്ള, അത്രയും ശേഷിയുള്ള ഒരു സംഗതിയാണ് ഈ ജാതി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ എന്തൊക്കെ വന്നിട്ടുണ്ടോ അതിലൊക്കെ ഇത് അകത്തുകൂടെ കയറി ക്യാൻസർ പോലെ കയറി നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള സംഗതിയാണ് ഈ ജാതി എന്ന് പറയുന്നത്.
ആ ജാതിയുടെ സവിശേഷമായ വികാസത്തിന്റെ അതിജീവനത്തിന്റെ ശേഷിയെ തിരിച്ചറിയാൻ നമുക്ക് എന്നാണോ കഴിയുന്നത്, ആ കഴിയുന്ന സന്ദർഭത്തിൽ മാത്രമേ ഫാസിസത്തെ, നേരത്തെ മാധവേട്ടനാണെന്ന് തോന്നുന്നത് അല്ല, ശംസുദ്ദീൻ സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഒരു ഭരണക്രമം മാറിയത് കൊണ്ട് ഫാസിസം ഒഴിവാവില്ല. ഇനി ഒരുപക്ഷെ BJP സർക്കാരിനെ നമ്മൾ പിടിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൂടെ പിടിച്ച് താഴെയിട്ടു, പകരം നമ്മുടെ കോൺഗ്രസ് വന്നെന്ന് കരുതുക, അല്ലെങ്കിൽ കോൺഗ്രസ് അലയൻസ് വന്നെന്ന് കരുതുക, ഫാസിസം പോകുന്നില്ല. ഫാസിസം അങ്ങനെ അവിടെ നിൽക്കും. അതുകൊണ്ടാണ് നമ്മുടെ പ്രസിഡന്റ് കോൺഗ്രസിന്റെ പ്രസിഡന്റിനോട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ, നിങ്ങൾ പൗരത്വ നിയമം പിൻവലിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒന്ന് ആലോചിക്കട്ടെ എന്ന് കോൺഗ്രസിന്റെ പ്രസിഡന്റിന് വളരെ അലസവും തമാശയായിട്ടും പറയേണ്ടി വരുന്നത് ഫാസിസം എന്ന് പറയുന്നത് കേവലം സംഘപരിവാരം എന്ന BJPയുടേത് മാത്രമല്ല, ജാതി എന്ന് പറയുന്ന ഈ സംഗതി ഇന്ത്യയിൽ ഉടനീളം വളർന്നു പന്തലിക്കുകയും അതിന്റെ സ്വാധീനം ഏതെല്ലാം സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ടോ അതിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സമ്മതപൂർണമായിരിക്കുന്ന പൊതുമനസ്സുണ്ട്. പൊതുമനസ്സിനെ അതിനനുകൂലമായിരിക്കുന്ന സമ്മതിയെ ഉൽപ്പാദിപ്പിക്കുകയും തങ്ങൾ എന്ത് ചെയ്താലും അതിന് അനുകൂലമാണ് ജനം എന്ന് കരുതുന്ന രീതിയിലേക്ക് ഒരു ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങൾ മാറുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, കോടതി വിധികൾ പോലും അതാണ് അനീതി എന്ന നിലയ്ക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സാമാന്യയുക്തിക്കും ന്യായീകരിക്കാൻ കഴിയാത്ത വിധം നമ്മുടെ ഉന്നത നീതിപീഠങ്ങളിൽ നിന്നും അസംബന്ധ വിധികൾ വരുമ്പോഴും ആ വിധിയോട് നാം വളരെ കൃത്യമായിട്ടും അനുകൂലമായി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ സമ്മതിയെ നാം സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ നീട്ടുന്നില്ല. ഈ രണ്ടു കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഈ ജാതി വ്യവസ്ഥയുടെ കൃത്യമായിരിക്കുന്ന അതിന്റെ ഇടപെടലിനെ അംബേദ്കർ വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും നേരിടുകയും ചെയ്തതിന്റെ ഫലം തന്നെയാണ് ഫാസിസത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപത്തിലേക്ക് ഇന്ത്യയെ വികസിപ്പിക്കാൻ സാധ്യമല്ലാത്ത വിധം അതിനെ തടഞ്ഞു നിർത്താൻ സാധിച്ചത്. അതിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയുമ്പോൾ ഫാസിസത്തെ പിടിച്ചു കെട്ടാൻ നമുക്ക് കഴിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.